എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസ് അന്വേഷിക്കുക ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകും. ബംഗാളി നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. നേരിട്ട് വന്നില്ലെങ്കിൽ ഓൺലൈനായി രേഖപ്പെടുത്തും. ഹേമ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നു ചേരും. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ ആദ്യ പരാതി വന്നിരിക്കുന്നത് ബംഗാളി നടി ശ്രീലേഖ മിത്രയിൽ നിന്ന് തന്നെയാണ്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ലഭിച്ചത്. ആ പരാതി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ്. ആ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേക സംഘം തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. നേരിട്ട് വന്ന് മൊഴി രേഖപ്പെടുത്തണം അല്ലെങ്കിൽ മൊഴി നൽകണമെന്ന ആവശ്യമാണോ നടിയോട് ഉന്നയിക്കുക? എങ്ങനെയായിരിക്കും തുടർ നടപടി? ദിവ്യ, ഇപ്പോൾ ആദ്യമായി പരാതി ലഭിച്ചിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ്. നമ്മൾ ഇന്നലെ കണ്ടു, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ മുഖാന്തിരമാണ് ബംഗാളി നടി പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കേസ് അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എറണാകുളം നോർത്ത് പോലീസ് ആണെങ്കിൽ പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് ഈ വിഷയവും വരിക. കാരണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഉയർത്തുന്ന വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും എല്ലാം തന്നെ അന്വേഷിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ചു ഒരു പുതിയ അന്വേഷണ സംഘമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും തുടർന്നുണ്ടാകുന്ന പരാതികളും ഒക്കെ തന്നെ അന്വേഷിക്കുക പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും. അതുകൊണ്ട് രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിലെ കോസ്റ്റൽ AIG ആയിട്ടുള്ള ജി പൂങ്കുഴലിയെ നിയോഗിച്ചിട്ടുണ്ട്. പൂങ്കുഴലിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഏറ്റവും ആദ്യമായിട്ട് പൂർത്തിയാക്കുക ഈ ബംഗാളി നടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം സാക്ഷിമൊഴികൾ, അതായത് ഈ ബംഗാളി നടി പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ ജോഷി ജോസഫ് അടക്കമുള്ള ആളുകളുമായി താൻ സംസാരിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ജോഷി ജോസഫ് അടക്കമുള്ള ആളുകളുടെ സാക്ഷിമൊഴി എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് എത്തുക. രഹസ്യമൊഴി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വർഷങ്ങൾ പഴക്കമുള്ള കേസായതുകൊണ്ട് തന്നെ രഹസ്യമൊഴി ഇല്ലെങ്കിൽ ആ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതെങ്ങനെ വേണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അതിന്റെ സാങ്കേതികമായി ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് വന്നുകൊണ്ട് ഈ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലൊക്കെ തന്നെ ഉണ്ടാവുക. പക്ഷേ ഇവർ കൊൽക്കത്തയിലാണ്, ബംഗാളിലാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരാനുള്ള ചില അസൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിനാൽ ഓൺലൈൻ മുഖാന്തിരം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ് നിലവിൽ അന്വേഷണ സംഘം. അതിനെന്തായാലും കഴിയുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി അത്തരത്തിൽ രേഖപ്പെടുത്താനാണ് നീക്കം. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതായത് ഇന്നലെ വരെയുള്ള ആരോപണങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയ ആ സ്ത്രീകളുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയുടെ അടുത്തു നിന്ന് വരെ ഇത്തരത്തിലുള്ള മൊഴികൾ അല്ലെങ്കിൽ ആരോപണം എന്താണെന്ന് കേൾക്കുകയും അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ തുടർന്ന് കൂടുതൽ പരാതികൾ വരികയാണെങ്കിൽ അതിലും അന്വേഷണം സ്വാഭാവികമായിട്ടുണ്ടാകും. എന്തായാലും അക്കാര്യങ്ങൾ ഒരു കൃത്യമായ മാർഗനിർദ്ദേശം തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി കൂടിയാണ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരാൻ പോകുന്നത്. എന്തായാലും ആദ്യ പരാതി വന്നിരിക്കുന്നത് ബംഗാളി നടി ശ്രീലേഖ മിത്രയിൽ നിന്ന് തന്നെയാണ്. ആ പരാതിയിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.